ഹലോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ നാടൻ ചെമ്പരത്തിയും കൊണ്ട് ഇവിടെ വന്നിരിക്കണേന്ന്. പക്ഷേ ഈ ഫ്ലാറ്റിൽ ജീവിക്കണ എനിക്ക് ഈ നാടൻ ചെമ്പരത്തിയുടെയൊക്കെ വില നന്നായിട്ട് അറിയാം. കാരണം വീട്ടിലായിരുന്നപ്പോൾ ഇതൊക്കെ കാട് പോലെ നിന്നെന്താ ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഇങ്ങനത്തെയൊക്കെ കുറേ നാടൻ ചെടികൾ, പൂക്കളുണ്ടാകുന്ന ചെടികളൊക്കെ ആയിരുന്നു. ആ കൂട്ടത്തിൽ പെട്ടതാണ് ഇതും. ഇത് ഞാനൊരു ചെറിയൊരു കൊമ്പ് കൊടുന്ന് നട്ടതായിരുന്നു കേട്ടോ. അത് പക്ഷെ നന്നായി പിടിച്ചു. ഇപ്പം അതിൽ നിറച്ച് പൂക്കളുണ്ടായി കണ്ടപ്പോൾ മഴയത്തിരുന്നിട്ടൊക്കെ ഇങ്ങനെ ആ വെള്ളം വീണൊക്കെ ഇങ്ങനെ താഴേക്കൊക്കെ ആയി തുടങ്ങി പൂക്കൾ. അപ്പം ഞാൻ അതൊന്ന് എടുത്ത് അകത്ത് കൊണ്ടുവച്ചതാണ്. എനിക്കതൊന്ന് കൺകുളിർക്കെ കാണാൻ വേണ്ടിയിട്ട്. കൂട്ടത്തിൽ നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ താളി ഉപയോഗിക്കാത്തവരൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ. മുടി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ എണ്ണ കാച്ചുമ്പോഴൊക്കെ ഇതിൻ്റെ പൂവിട്ടിട്ടൊക്കെ എണ്ണ കാച്ചാറുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്വാഷ്, ചെമ്പരത്തി പൂവിൻ്റെ സ്ക്വാഷ് യൂട്യൂബിൽ കാണാമല്ലോ. ഇതേപോലത്തെയൊക്കെ കുറേ ഇതിൻ്റെയൊക്കെ റെസിപ്പികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേമാതിരി ടീ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഫ്ലാറ്റുകളിലുള്ളവർക്കും ഇതേപോലെ നമുക്ക് ചെമ്പരത്തി വെച്ച് പിടിപ്പിക്കാം കേട്ടോ. ഒരു ചെറിയൊരു തണ്ട് മതി ഇത് നട്ട് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, വലിയ കെയറും ഇല്ല.